ഹായ് സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് നമ്മുടെ പാറമേകാവ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് ജവാൻ ഹോട്ടലിൻ്റെ അടുത്ത് നിന്നിട്ടാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വൈകുന്നേരം ആമകൾ കൂട്ടമായി വന്നിട്ട് ഒരു ഹോട്ടലിൻ്റെ ഉടമകൾക്ക് ഭക്ഷണം, സ്നേഹത്തോടെ ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ആ ഹോട്ടലിൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ഹോട്ടൽ ഓണറുടെ അടുത്ത് അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇവിടെ ഇങ്ങനെ ആമ വന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് അലൻ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടറിഞ്ഞില്ലേ? അതിനെ കുറിച്ച് എന്താണ് അലനെ പറയാനുള്ളത്? നല്ല കാര്യമാണ് അല്ലേ? അലൻ കണ്ടിട്ടുണ്ടോ ഇവിടെ ആമ വരുന്നത്? രാത്രി 8 മണിക്ക് വരാം അല്ലേ? സോ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഹായ് പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി. ഇവിടെ ആമയ്ക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കണമെന്ന് അറിഞ്ഞു വന്നതാണ്. മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കണ്ടോ? ആമയ്ക്ക് കൊടുക്കണ്ടല്ലേ? അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും ഒരു ഹായ് പറയൂ. ആമയ്ക്ക് തീറ്റ കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ശരി, സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ് ആണല്ലേ? അത് എത്ര നാളായി ഇപ്പോൾ ആമകൾ വന്നു തുടങ്ങിയിട്ട്? 8 മാസത്തോളം. 8 മാസത്തോളം പതിവായിട്ട് നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമസ്കാരം. നിങ്ങളുടെ ഹോട്ടലിൽ പതിവായിട്ട് ഇങ്ങനെ ആമകൾക്ക് ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അതെ. അപ്പോൾ അതിലൊരു സന്തോഷം ആ മുഖത്ത് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ വിശേഷങ്ങളൊക്കെ? അതിന്റെ വിശേഷം പറഞ്ഞാൽ നല്ലൊരു തമാശ പോലെ തോന്നുന്നത്. ഒരു ദിവസം ഞാൻ സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ വൈകിട്ടൊരു വലിയൊരു ആമ ഇരിക്കുന്നു എൻ്റെ ഹോട്ടലിന്റെ മുന്നിൽ. അപ്പോൾ ഞാനത് എന്താണെന്ന് നോക്കിയപ്പോൾ ആമ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കടയിൽ നിന്ന് ഒരു പഴംപൊരി എടുത്തിട്ട് ആമയ്ക്ക് കൊടുത്തു. ആമ സുഖമായി കഴിച്ച് ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും പോകുന്നില്ല, ആളവിടെ ഇരിക്കുന്നതാണ്. അപ്പം ഞാൻ ഒരു ഉഴുന്നുവളയും കൂടി എടുത്ത് പൊട്ടിച്ച് മുമ്പിൽ വെച്ച് കൊടുത്തു. അതും കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആമ തന്നെ പോയി. പിറ്റേന്ന് അതേ സമയത്ത് അതും 2 കുട്ടിയാമയും കൂടിയിട്ട് അതേ സ്പോട്ടിൽ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് ശരി, ഇത് ഭക്ഷണത്തിന് വരുന്നുള്ളതാണ്, മിണ്ടാപ്രാണിയല്ലേ, നമ്മൾ ജീവിയല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒന്നും നോക്കിയില്ല, കടയിൽ നിന്ന് ഉപ്മാവും പൊങ്കലും പഴംപൊരിയും വടയും എല്ലാം ഞാൻ ഇലയിൽ വെച്ച് ഒരു നല്ലൊരു ഇതുപോലെ വൃത്തിയിൽ സദ്യ പോലെ നമ്മളൊരു സദ്യ പോലെ ഒരു മനുഷ്യൻ കഴിക്കുന്ന ഏതാഹാരമാണ് നല്ല ആ ആഹാരം തന്നെ ഇലയിൽ വെച്ച് കൊടുത്തു. വൃത്തിമെടുപ്പോട് ഇലയിൽ കൊടുത്തു. അവരും എല്ലാം കഴിച്ച് ആ 3 ആളും പോവാണ്. പിന്നെ നോക്കും പിറ്റേന്നാ വരുന്നത് ഫാമിലി ആയിട്ടാണ്. ഒരു 6-7 ആമ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ 2 ഇലയിലാക്കി എല്ലാം ഒരു സദ്യയിൽ എങ്ങനെയൊക്കെ വിളമ്പണം അതുപോലെ എല്ലാ ഐറ്റം, ഇഡ്ഡലി, പൊങ്കൽ, ഉപ്മാവ്, അട, വട, പഴംപൊരി, ഏറ്റവും കൂടുതൽ തിന്നുന്നത് പഴംപൊരിയാണ്. എല്ലാം വിഭവമായി വെച്ച് കൊടുത്തു. സുഖമായി അവർ കഴിച്ചു. സുഖമായി ആർക്കും ശല്യമില്ലാതെ അത് തന്നെ തിരിച്ചു പോയി. എത്ര നാളുകളായി ഇവർ വന്നു തുടങ്ങിയിട്ട്? ഞാൻ ഒരു ആമയ്ക്ക് ആദ്യം കൊടുത്ത ഭക്ഷണം 8 മാസം മുന്നെയാണ് ഈ ആമ വന്നത്. ഒരു ആമയെ വന്നത്. അപ്പോൾ 8 മാസം മുന്നേ വന്നപ്പോൾ ഞാൻ ആമയ്ക്ക് കൊടുത്തു. അതിനൊരു ആമ വരും, ദിവസം ഞാൻ കൊടുക്കും, കഴിക്കും. പിന്നെ ഇവർ കൂട്ടത്തോട് വന്നു. ഞാൻ ആരോടും പുറത്തേക്ക് പറയാനും പോയില്ല. ഈ ആമയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാർ കളിയാക്കി, ഇയാൾക്ക് ഭ്രാന്താവും ആമയ്ക്ക് ഭക്ഷണം കൊടുക്കണം. ഞാൻ ഇത്ര ഗൗരവത്തിലാക്കിയില്ല. അവർ വരുന്നു. പിന്നെ ഞാൻ ഹോട്ടലിൽ പൂട്ടുമ്പോൾ ഇവർ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ ജോലിക്കാർ തമിഴുകാരുണ്ട്, പറഞ്ഞു പോകും, ആമയ്ക്ക് ഭക്ഷണം കൊടുത്തോളോ, ഇലയിൽ എടുത്ത് വെച്ചോളോ, അവർ വന്ന് കഴിച്ച് പോകുന്നു. അതേപോലെ അവർ ഡെയിലി വെക്കും, ഡെയിലി കഴിച്ചു പോകും. ഇന്നലും വന്നു കഴിച്ചു പോയി. അപ്പോൾ അതിങ്ങനെ ദിവസം വന്ന് കഴിച്ചു പോകും. എത്ര മണിക്ക് ശരാശരി വരും? ശരിക്കും 8 മണി എന്ന് പറഞ്ഞ 8 മണി ഉണ്ടെങ്കിൽ ആമ എത്തി. ആദ്യം ഒരു ആമ വരും, ആമ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞ് അവൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വരുന്നു. അപ്പോൾ അവർക്ക് പേടിയും ഭയമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ ചാനലുകാരും ജനങ്ങളും അടിച്ചുകൂടി അതിനെ മുട്ടിച്ച് ഫോട്ടോ പിടിക്കലും അതിനെ ഇതൊക്കെ ആകുമ്പോൾ ഇത്തിരി ഒന്ന് ഭയപ്പെട്ടു. എന്നാലും ഇപ്പോൾ അത് നോർമലായി. ഇന്ന് വരും. കാലത്തൊന്നും അവർ വരില്ല, വൈകുന്നേരം വരില്ല, വൈകുന്നേരം മാത്രം. അവരുടെ ഇത് എങ്ങനെയുണ്ട് അവർക്ക് ശാന്തത, ആ ശാന്തത കൂടിയാണ് വരുന്നത്. ഇത് എവിടെ നിന്ന് ഒരു വരണ? ഈ ഇവിടുന്ന് 50 മീറ്റർ ദൂരെ അമ്പലക്കുളമാണ്, പാറമക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുളമാണ്. ആ കുളത്തിൽ നിന്നാണ് അവർ രാത്രി 5 മണി 6 മണിക്ക് കയറാവും. വേണമെങ്കിൽ മുകളിലേക്ക് കയറിന് വലിയ ദൂരം, ഭയങ്കര താഴ്ചയാണ്, 6 അടി താഴ്ചൻ്റെ കുളം. ആ കുളത്തിനെ മോളിൽ കൂടെ എങ്ങനെ വരുന്നത് അത് ദൈവത്തിന് അറിയുള്ളൂ. ഞാൻ മണ്ണിന്റെ അടിയിൽ കൂടെ തുരങ്ങുണ്ടാക്കി വരാണെന്നും പറയാൻ പറ്റില്ല. ആ കുളത്തിനപ്പം തിണ്ട് കെട്ടി കോൺക്രീറ്റ് ചെയ്ത് ഷീറ്റ് ഇട്ട് മറിച്ചിട്ടുണ്ട് അവിടെ. അതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ വരുന്നു അത് ഒരു ദൈവാനുഗ്രഹമാണ്. പക്ഷേ ഒരു ഭഗവതിയുടെ നല്ലൊരു അനുഗ്രഹം എനിക്കുണ്ട്. ഈ ആമ വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ
ആമകൾ സ്വയം എളുപ്പമല്ല വന്ന് നമ്മൾ മനുഷ്യനായിട്ട് ഇണങ്ങി പോവാൻ. മനുഷ്യനെ കാണുമ്പോൾ ഓടിപ്പോവും. അല്ലെങ്കിൽ തല പുറത്തേക്ക് എടുക്കില്ല അവർ. തല ഉള്ളിൽ തന്നെ വെക്കുക ആളെ കണ്ടു കഴിഞ്ഞാൽ. ഇത് എന്നെ കണ്ട തല പുറത്തേക്ക് ഇടും. ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊടുക്കും ഭക്ഷണം, മേടിച്ച് കഴിക്കും. ഒരു കൈ കൊണ്ട് ഞാൻ കൊടുക്കും, ഒരു കൈ കൊണ്ട് പുറത്ത് ഇങ്ങനെ ഞാൻ തല കൊടുക്കും. അപ്പോൾ ആ തള്ളാമ വാങ്ങിച്ചു കഴിക്കും, പേടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഈശ്വരനെ എനിക്ക് കിട്ടിയിട്ട് ഭഗവതി. ഇത് പാറമക ക്ഷേത്രം ഭഗവതി കുളമാണ്. അപ്പോൾ പാറമക ഭഗവതി എന്തോ അനുഗ്രഹിച്ച് ഒരു കടാക്ഷം പോലെയാണ് ഈ ആമകളോട് എത്തി വന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എന്നെ ഇപ്പോൾ എല്ലാ ഭക്തരുമായതും ജനങ്ങളായതും ഈ ഹോട്ടലിൽ അന്വേഷിച്ച് വരുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയ ചേട്ടൻ വൈറലാണ് ഇപ്പോൾ. എല്ലാവരും വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, എല്ലാ ചാനലിലൂടെയും നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിശേഷം വന്നപ്പോൾ ചേട്ടനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി. ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു എക്സ് മിലിറ്ററിക്കാരനാണ്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് എല്ലാവരും അറിയപ്പെടുന്ന സന്തോഷ് ജവാൻ എന്നാണ്. ഞാൻ ഇന്ത്യൻ ആർമിയിൽ ഒരു 17 വർഷം സേവനം കഴിച്ചിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ഒരു ഹോട്ടൽ തുടങ്ങി ഒരു 1.25 കൊല്ലം കഴിഞ്ഞു ഇവിടെ ഹോട്ടൽ തുടങ്ങിയിട്ട്. അപ്പോൾ ആരും അറിയാണ്ട് ഒരു ഉള്ളിലിരിക്കുന്ന ഒരു ഹോട്ടലാണ്. അതെ, പെട്ടെന്ന് അറിയില്ല, കണ്ടിട്ടില്ല നമ്മള്. മോക്കല്ലോ ഈ ഹോട്ടലിന്. അപ്പൊ ബോർഡ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇപ്പൊ എല്ലാവരും സ്ഥിരമായി വരുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ എല്ലാവരും ജവാൻ ഭയങ്കര ഫേമസ് ആണ്, ഹോട്ടലായിട്ട് വന്നെത്തി. അത് എന്തോ അതെ, ഓൾ കേരളയില് ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആണ് ജവാൻ ഹോട്ടൽ. എല്ലാരും ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞപ്പോ ജവാൻ ഹോട്ടൽ എവിടെയാണ് അതിൽ വളരെ സന്തോഷമുണ്ട്. എവിടെ ചേട്ടൻ്റെ വീടൊക്കെ? താണിക്കുളം അമ്പലം. ഞാൻ താണിക്കുളം അമ്പലത്തിൽ കുറച്ച് വർഷം അവിടുത്തെ പ്രസിഡൻ്റായിരുന്നു സമിതിയിൽ. അവിടെ ആറാട്ട് നടക്കുന്ന ഭഗവതി ക്ഷേത്രമാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ വന്നിട്ട് ഭഗവാനെ പുറത്തേക്ക് കൊണ്ടുപോയി ആറാടിക്കുന്ന പുഴയിൽ. താണിക്കുളം ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. മലയിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന് ദേവി തന്നെ ബിംബ ആറാടി പോകണം. അന്നത്തെ ദിവസം ആ തട്ടകവാസികളും എല്ലാവരും കൂടി വന്ന് കുളിച്ച് തൊഴുത് ഒരു ഉത്സവം പോലെയാണ് അന്ന് അവിടെ ഭക്തജനങ്ങൾ. ഇതിപ്പോൾ അടുത്ത് കഴിഞ്ഞുള്ളൂ, കുറച്ച് ഒരു 15 ദിവസം മുന്നേ വെള്ളം കയറി ആറാട്ട് കഴിഞ്ഞു വന്നു. അത് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ അപൂർവമായ ഒരു ക്ഷേത്രമാണ്. എന്താ വെച്ചാൽ അത് ധനദുർഗയാണ് ഇരിക്കുന്നത് പ്രതിഷ്ഠ. സ്വയം ആറാട്ട് മുങ്ങുന്ന ക്ഷേത്രമാണ്. അതിന് മേൽക്കൂരില്ലാത്തൊരു അമ്പലമാണ്. വളരെ ശക്തിയേറിയ ഒരു അമ്പലമാണ് താണിക്കുളം ഭഗവതി ക്ഷേത്രം. അപ്പം അങ്ങനെയുള്ള വിശേഷമുള്ള നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ശരി, താങ്ക് യു. സന്തോഷമുണ്ടോ നിങ്ങള്? ആ മുഖമൊന്നും കാണില്ലല്ലോ. സന്തോഷമുണ്ട്. നിങ്ങളുടെ മോലാളി അവിടെ കാർഗിൽ യുദ്ധത്തിലവിടെ ഒന്ന് കാണിച്ചു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടോ? ആളുടെ ഫോട്ടോ ആണല്ലേ. ഹോട്ടൽ ഓൺ എടുക്കുമ്പോ ബസ് ഉണ്ടോ? ജവാൻ ബസ്. ഏത് റൂട്ടാ പോണോ ബസ് യാത്ര? തൃശ്ശൂർക്ക് അല്ലേ? താണിക്കുളം മുതൽ തൃശ്ശൂർക്ക് ട്രിപ്പ് ഉണ്ട് അല്ലേ? ഇവിടെ എത്ര നാളായി ഹോട്ടലിൽ ജോലി ചെയ്യണോ? എത്ര? 1 വർഷമായി. ഹാപ്പി അല്ലേ? ഒന്ന് ചിരിച്ച് ഒരു ഹായ് പറഞ്ഞ്. வந்த பிறகு எல்லாம் பிச்சு போட்டுக்கலான்ட்டு இருந்தேன். வரட்டுமே அந்த பிறகு எல்லாத்தையும் கொடுக்கும் அப்படின்னு. वीडियो उत्तरा
കല്യാണം പറഞ്ഞാൽ ലക്ഷ്മിയെ നോക്കി ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പട്ടണം എൻ്റെ കയ്യിൽ നോക്കി ചോദിക്കാം പേരിട്ടുണ്ടോ ലക്ഷ്മി ആ ലക്ഷ്മിയാണ് അമ്മ അമ്പലത്തിലേക്ക് പറഞ്ഞാൽ ലക്ഷ്മി വെച്ചിട്ടോ ലക്ഷ്മി വെച്ച് ഞാൻ അതിന് നിങ്ങളോട് തലോടാ ഇടത്തെ കൈയോട് തലോടിച്ച് വലത്തെ കൈയോട് ഭക്ഷണം അപ്പോൾ രാമനെ തൊട്ടിട്ട് തല പൊക്കിട്ട് കഴിഞ്ഞാൽ പറഞ്ഞു കേൾക്കണം രാമ ഒരു മനുഷ്യനായിട്ട് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് എന്നാലും ഞാൻ കണ്ടിട്ടില്ലേ ആമ പക്ഷെ എൻ്റെ അടുത്താണ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് 8 മാസമായിട്ട് എൻ്റെ അടുത്ത് ഞാൻ കഴിക്കാൻ കഴിക്കുക ഇത് പറയില്ലാണ്ട് വന്നിട്ട് കഴിക്കും ഇത് പൊട്ടിയിട്ട് ഇവിടെ തല പൊട്ടിച്ച് നോക്കും ആ ചാനലിൽ നല്ല പ്രസന്റേഷൻ ആയിട്ട് அதெல்லாம் சாப்பிட்டதே எனக்கு தெரியாது பழம் கொடுத்த உடனே அது சாப்பிட்ட பிறகு ആ அது சாப்பிட்ட பிறகு எங்களுக்கே ஆசையாக வந்துச்சு டெய்லி கொடுக்க ஆரம்பிச்சிட்டோம் நாங்கள் டெய்லி கொடுக்க ஆரம்பிச்சிட்டோம் எல்லாமே கொடுப்போம் நாங்கள் சாப்பிட்ற பொருள் அனைத்தும் கொடுப்போம் ഞങ്ങൾ കഴിക്കുന്ന വേറെ വേസ്റ്റ് ഒന്നും കൊടുക്കില്ല ഞങ്ങൾ എന്ത് കഴിക്കുന്നു അത് ഞങ്ങൾ കൊടുക്കും അതൊരു ദൈവത്തിന്റെ ഒരാളാണ് ദേവിയുടെ ഇതല്ലേ ആ അനുഗ്രഹം ഇവിടെ വന്നിരിക്കുന്നത് അതന്നെ ഇവിടെ ഞാൻ ലക്ഷ്മിയെ നോക്കിയാൽ എന്താ പറ്റിയെന്ന് അറിയില്ല ഒരു 15 മിനിറ്റിന്റെ ഉള്ളിൽ ആമ തിരിച്ചു വന്നിരിക്കും ഞാൻ ഒന്ന് പോയി കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ വിളിക്കാൻ ആമ അതിന്റെ ഫോൺ பண்ணுங்க 5 நிமிஷத்துல வீட்டு போய் சார் ஃபோன் பண்ணுவார் சாப்பாடு வச்சிங்களா அது வரும்போது இல்லைன்னு வச்சுக்கலா வீட்டுக்கு போகும்போது எங்களை வச்சிக்கலான்னு கேட்பேன் நான் அவர் என்ன சொல்கிறாரோ அதை அப்படியே சொல்லான்னு வச்சுக்கோம் நல்லா நான் வீட்டு சேர்ந்து அப்போ தானே ஃபோன் பண்ணும் ஆமாம் வந்தாச்சு எத்தனை வந்தாச்சு சாப்பாடு கொடுக்க கம்மி தான் கொடுங்க ஒரு தமிழ் தானே எல்லாம் நானும் தமிழ் தான் ஆப்பு மலையாளம் ஆப்பு தமிழ் நான் வந்துட்டு நான் கூப்பிட வந்துடுவேன் நல்ல மலையாளம் நல்ல மாதிரி சாப்பிட்டு திரும்பி கூப்பிடுங்க வந்தாச்சுக்கா சரி பாய்